ഷാബു പ്രസാദ് ഈ കേന്ദ്രം വഴങ്ങുകയായിരുന്നു എന്നൊരു തോന്നൽ ഉണ്ട് കേട്ടോ ഇന്ന്. കാരണം സുപ്രീം കോടതിയിൽ ഈ കേസുമായി കേരളം പോയതോടുകൂടി പ്രതിരോധത്തിലാകുന്ന ഒരു കേന്ദ്രത്തെ കാണുന്നു. കേന്ദ്രം അങ്ങനെ നൽകാതിരുന്ന ആ കടമെടുപ്പ് അനുമതി അത് നൽകുകയും ചെയ്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിന് പറയാമല്ലോ, ഇത് സംസ്ഥാന സർക്കാരിന്റെ വിജയമാണ്, അത് നിയമ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത ഒന്നാണെന്ന്. എന്നെ മഞ്ജുഷേ, കടം മേടിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ അവകാശമാണത്? ഒരു മനുഷ്യ ഇപ്പം നമ്മൾ ആയിരിക്കട്ടെ, സർക്കാരിനായിക്കോട്ടെ, സ്ഥാപനങ്ങൾക്കായിക്കോട്ടെ, ആർക്കാണെങ്കിലും കടം മേടിച്ച് നിത്യവൃത്തി നടത്തേണ്ട ഒരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയൊരു ഗതികേട് വേറെയുണ്ടോ? ഇങ്ങനെ ഈ കടം മേടിച്ച് നിങ്ങൾ എവിടെ വരെ പോകും? കേരളത്തിൽ ആദ്യം വേണ്ടത് നല്ല ഒരു ഫിനാൻഷ്യൽ മാനേജ്മെൻ്റാണ്. നിങ്ങൾ ധൂർത്ത് അവസാനിപ്പിക്കൂ, നിങ്ങൾ വകമാറ്റി ചെലവഴിക്കാതിരിക്കൂ, കൃത്യമായ ഒരു ധനകാര്യ മാനേജ്മെൻറ്റിലൂടെ നിങ്ങളുടെ ധനസ്ഥിതി മെച്ചപ്പെടുത്തൂ. ഇതൊക്കെയല്ലേ കേന്ദ്രം എത്രയോ നാളായി കേരളത്തിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇതൊന്നും ചെയ്യാതെ ശമ്പളം കൊടുക്കാൻ പോലും ഗതിയില്ലാത്ത ആ ഒരവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് വീണ്ടും ഇങ്ങനെ കടം വാങ്ങിയിട്ട് അങ്ങനെ ശരി എന്നാ കൊണ്ടുപോകും എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തു. അത് ഇനിയിപ്പോൾ സുപ്രീം കോടതിയുടെ അതിൻ്റെ ഇടപെടലും ഉണ്ടാകാം. ഓക്കെ, എന്തും ആയിക്കോട്ടെ. ഇത് ഇവർ കൊടുത്തേൽപ്പിച്ച പണമൊന്നും അല്ലല്ലോ, കേരളത്തിന് കിട്ടേണ്ട അവകാശമൊന്നും അല്ലല്ലോ, അല്ലെങ്കിൽ ആർക്കും അങ്ങനെയല്ലല്ലോ. ഇതിനെ എന്ത് വിജയമെന്നാണ് ഈ പറയുന്നത്? ഞാൻ മഞ്ജുഷിനോട് ഒരു 10,000 രൂപ ചോദിച്ചു. കടമെടുപ്പിനുള്ള അവകാശമുണ്ട്. ആ ഒരു അവകാശം കേരളം പൂർണ്ണമായി വിനിയോഗിച്ചതിന് ശേഷമാണോ കേന്ദ്രത്തെ വീണ്ടും നിഷേധിച്ചത്? ഇതാണല്ലോ വിഷയമായി നിൽക്കുന്നത്. ഇപ്പോൾ കിഫ്ബിയിലെ ഉദാഹരണത്തിന് കിഫ്ബിക്കായി എടുത്ത വായ്പ അത് പൊതുകടത്തിൽ പെടുത്തണോ വേണ്ടയോ എന്നുള്ളത് അങ്ങനെ തന്നെ നിൽക്കുമ്പോഴാണ് ഈ 13,600 കോടി തന്നേക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. തന്നേക്കാമെന്നുമല്ല, കടമെടുക്കാനുള്ള അനുമതി തരാമെന്ന്. അതെ, മഞ്ജുഷേ കടമെടുക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അതിനൊരു പരിധിയുണ്ട്. ഇതിനും കേരളം അതിൻ്റെ എല്ലാ പരിധികളും കടന്നു പോയപ്പോഴാണ് കേന്ദ്രം അത് നിർത്തിയത്. ഇത് എങ്ങോട്ടാണ് ഈ പോക്ക്? എത്ര നാൾ ഇങ്ങനെ പോകും? അവനവൻ്റെ ത്രാണിക്കനുസരിച്ചും അവനവൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് വേണ്ട ഒരു സംസ്ഥാനമായാലും വ്യക്തികളായാലും ആരായാലും കടം മേടിക്കാനും കടം വാങ്ങി ചെലവഴിക്കാനും തുനിയേണ്ടത്. അതല്ലല്ലോ നടക്കുന്നത്. ഇവിടെ കേരളത്തിൻ്റെ റവന്യൂവിൽ 70-80% ഇവിടെ ശമ്പളം കൊടുക്കാനും പെൻഷൻ കൊടുക്കാനും മാത്രമാണ്. അല്ലാതെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു മേഖലയിലും 10 പൈസ കൊടുക്കാൻ ഇവിടെ ഇല്ല. അങ്ങനെയുള്ളൊരു സംസ്ഥാനത്തിന് റവന്യൂ കൂടുന്നുമില്ല, കടം കൂടുകയും ചെയ്യുന്നു എന്നുള്ള അവസ്ഥയിൽ ഇതിനെ ആശങ്കയോടെ നോക്കിക്കാണുന്നവർ അതിന് മുന്നറിയിപ്പുകൾ കൊടുക്കും. അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നടപടികൾ അവർ ചെയ്യും. അതാണ് കേന്ദ്രം ചെയ്തത്. പിന്നെ ഇവിടെ സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കാൻ പോലും ഇല്ലാത്ത ഒരു ഗതി വന്നപ്പോൾ ശരി എന്നാ എന്തെങ്കിലും കാണിക്ക്, എന്തെങ്കിലും ചെയ്യുക. കാര്യം ആ ഒരു അവസ്ഥ വളരെ ഭീകരമാണത്. കാര്യം ഇവിടെ ഏറ്റവും കൂടുതൽ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വിഭാഗമാണ്, ജോലിയും വരുമാനവും സെക്യൂർഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് സർക്കാർ ജീവനക്കാർ എന്ന് പറയുന്നത്. അങ്ങനെ ആ ഒരവസ്ഥ കൂടി ഉണ്ടായാൽ, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടാത്തൊരവസ്ഥ കൂടി ഉണ്ടായാൽ, ആ അവസ്ഥ അത് എവിടെയൊക്കെ എത്രമാത്രം അത് ഫാർ റീച്ചിങ് കോൺസിക്വൻസസ് ഉണ്ടാക്കുന്ന കാര്യമാണത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഫിനാൻഷ്യൽ ഇയർ എൻഡിൽ കേന്ദ്ര ഗവൺമെന്റ് അത് കൊടുത്തത്. തീർച്ചയായിട്ടും കോടതിയുടെ ഇടപെടലും അതിൻ്റെ അകത്തുണ്ടാകും. ശരി.